താരവും പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയുമായ ഇമ്രാൻ ഖാൻ എവിടെയെന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുകയാണ്. ഇതിനിടയിൽ ഇമ്രാൻ ഖാനെ പാകിസ്ഥാൻ സർക്കാർ കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്ന ആരോപണവും ഉയർന്നിരുന്നു. ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാന്റെ ആരോഗ്യനിലയിലെ ആശങ്ക കണക്കിലെടുത്ത് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ സുപ്രീം കോടതി. അദ്ദേഹത്തിന്റെ പാർട്ടിയും കുടുംബവും ഏറെ കാലമായി ഉന്നയിച്ചു വരുന്ന ആവശ്യമാണ് ഇതോടെ അംഗീകരിക്കപ്പെട്ടത്. ഇമ്രാൻഖാന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്നതിനിടെയാണ് കോടതി ഉത്തരവ്. 73-കാരനായ ഇമ്രാൻഖാൻ 2023 ഓഗസ്റ്റ് മുതൽ ജയിലിലാണ്. നിരവധി കേസുകളിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അദ്ദേഹത്തെ തടവിലാക്കിയത്. എന്നാൽ ഈ കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഇമ്രാൻഖാനും അദ്ദേഹത്തിന്റെ അനുയായികളും ആരോപിക്കുന്നത്. ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്തു. എന്നാൽ ഇത് നേരത്തെ തന്നെ ഉണ്ടാകേണ്ടതായിരുന്നുവെന്നും പാർട്ടി വക്താക്കൾ അഭിപ്രായപ്പെട്ടു. ഈ തീരുമാനം നേരത്തെ എടുത്തിരുന്നെങ്കിൽ ഇമ്രാൻഖാന്റെ നേത്രപ്രശ്നങ്ങളും മറ്റ് ആരോഗ്യസ്ഥിതിയും ഇത്രയും മോശമാവില്ലായിരുന്നുവെന്നും പറഞ്ഞു. എല്ലാ ഡോക്ടർമാരും അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഉറപ്പാക്കുന്നതുവരെ അദ്ദേഹം ആശുപത്രിയിൽ തുടരും. 48 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തെ ഷിഫ ഇന്റർനാഷണൽ ആശുപത്രിയിലേക്ക് മാറ്റാനും സെപ്റ്റംബർ 16 വരെ അവിടെ തുടരാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെക്കുറിച്ച് വീണ്ടും ആശങ്കകൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ കോടതി ഉത്തരവ്. മക്കളായ സുലൈമാൻ ഖാനും കാസി ഖാനും കുടുംബാംഗങ്ങൾക്കും അഭിഭാഷകർക്കും ഡോക്ടർമാർക്കും അദ്ദേഹത്തെ കാണാൻ കഴിയാത്തതിനെ കുറിച്ച് പലതവണ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 7 മാസമായി അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ ഡോക്ടർമാർക്കോ അഭിഭാഷകർക്കോ അദ്ദേഹത്തെ കാണാൻ അനുവാദം ലഭിച്ചിരുന്നില്ല. അതിനാൽ തങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കുന്നില്ലെന്ന് കുടുംബം പറഞ്ഞിരുന്നു. ഇമ്രാൻഖാന്റെ വലത് കണ്ണിലെ കാഴ്ചശക്തി 85% നഷ്ടമായതായി നേരത്തെ അമിക്കസ് ക്യൂറി സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. 15% കാഴ്ച മാത്രമാണ് അവശേഷിക്കുന്നത്. ഇമ്രാൻഖാന്റെ കണ്ണിൽ രക്തം കട്ട പിടിച്ചപ്പോൾ ജയിൽ അധികൃതർ മതിയായ ചികിത്സ ലഭിക്കാത്തതാണ് കാഴ്ചശക്തി നഷ്ടമാകാൻ കാരണമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു.